രാജ്യത്തിന്റെ എല്ലാ ആഹ്ലാദത്തോടു കൂടി 5 ദിവസം മുമ്പ് ജെറുസലേം ദേവാലയത്തിലേക്ക് ആഘോഷമാണ് ഓശാനമാണ് ഇന്ന് പരാജയമാണ് നമുക്ക് കൊല്ലപ്പെട്ടിട്ടുള്ളത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം 17-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാതൊരു എല്ലാ ഭാഗത്തും കൂട്ടായിരുന്നു. ഇസ്രായേൽ മലമുകളിലെ ഏറ്റവും വലിയ യാതൊരുമാണ്. നിങ്ങൾ എന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാതൊരുവിധത്തിനായി എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. ഇസ്രായേൽ മലമുകളിലെ ഏറ്റവും വലിയ യാതൊരുവിധമാണ്. നിങ്ങൾ എന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തു. ഈശോ മലമുകളിലെ ലോകത്തെ ഏറ്റവും വലിയ യാതൊരുമാണ്. ഇതൊക്കെ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ അപ്പോഴത്തെ വാർത്ത മുറിച്ച് ഇതിന്റെ ശരീരമാകുന്നതാണ്. പാനപാത്രത്തിൽ വാഴുന്ന കൃതജ്ഞതാസ്തോത്രം ചെയ്യുന്നവർക്ക് ഇതിന്റെ രക്തമാകുന്നതാണ്. എന്തിനാണ് തന്റെ ശരീരം മൂല്യപ്പെട്ട് അവസാന തുല്യ ചിത്രപ്പെട്ട് മരണപ്പെട്ടു. ഇതൊരു വെള്ളിയാഴ്ച ഈശോയുടെ കുരിശിനെ പറ്റി അല്പം പ്രാർത്ഥിക്കുന്നത്. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും മനുഷ്യനെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ മനുഷ്യനെ ഉപദ്രവിക്കാനാണ് ഏറ്റവും കൂടുതൽ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുന്നത് തോന്നുന്നു. പല തരത്തിലുള്ള വധശിക്ഷാ രീതികൾ നമ്മുടെയൊക്കെ ചരിത്രത്തെ മനസ്സിലാക്കും. അതിലേക്ക് വെച്ച് ഏറ്റവും ഹീനമായ ഏറ്റവും ക്രൂരമായ ഒരു മരണമാണ് കുരിശിലാണ്. പേർഷ്യക്കാരാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം റോമക്കാരാണ് ഇത് തങ്ങളുടെ കുറ്റവാളികൾ നൽകിക്കൊണ്ട് ശിക്ഷയെ നൽകിക്കൊണ്ടത്. കുരിശിലേക്ക് എറിയപ്പെടുക എന്നാണ് അവർ പറയുന്നത്. അതിന്റെ അർത്ഥം എന്നതുപോലെ ഈ മനുഷ്യൻ, ഈ കുറ്റവാളി ഒരിക്കലും ഭൂമിയിൽ കിടന്ന് വരുന്നതാണ്. ഭൂമിയിൽ കിടന്ന് വരുന്ന ആ ഭൂമി ശപിക്കപ്പെടുന്നതാണ്. അതിനാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യേ എറിയപ്പെട്ടു വായിൽ കിടന്നാണ് ശപിക്കപ്പെട്ടവർക്ക് മാത്രം ലഭിച്ചിരുന്ന ഒരു ശിക്ഷ ലോകങ്ങളുടെ ഏറ്റവും നീതിമാനായ വ്യക്തിക്ക് ലഭിക്കുന്നു. തീർച്ചയായും വൈവിധ്യങ്ങൾ തന്നെ ഒരു ദിനമാണ്. നമുക്കറിയാം നേരിട്ടൊക്കെ വൈവിധ്യം ദുഃഖവെള്ളി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. പീഡനം സഹിച്ച് മരിച്ച ഒരു മനുഷ്യനെ നോക്കി നമുക്ക് എങ്ങനെയാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമുക്ക് വേണ്ടി രക്ഷപ്രദാനം ചെയ്യാൻ തീരുമാനായ മരിക്കേണ്ടി വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് രക്ഷ ലഭിച്ചതിനെ ഓർത്ത് സന്തോഷിക്കാനാണ് എന്താണ് ചെയ്യുന്നത്. ഗുഡ് ഫ്രൈഡേ ലോകഘട്ടങ്ങളിൽ ഏറ്റവും തീരുമാനം, ഏറ്റവും ഹീനമായ ഏറ്റവും ക്രൂരമായ വധശിക്ഷയിലൂടെ കടന്നുപോവുകയാണ്. ലോകത്തിന്റെ വിധികർത്താവായ ഏതാണ് മനുഷ്യരുടെ അനീതികളുടെ വിധി കൊണ്ട്
വിധിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. അത്ഭുതങ്ങൾ ചെയ്ത് ഗലീലയിലൂടെ നടന്നത് നിസ്സഹായനായി ഈ കുരിശ് ഈശോയുടെ മരണം ഒന്നാമതായി എന്തിനാണ് നീതിമാൻ സഹിക്കുന്നത്? ബൈബിളിലുടനെ നമ്മൾ പരിശോധിച്ചാൽ നീതിമാന്റെ സഹനം ഉത്തരവില്ലാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നതാണ്. ജോബിന്റെ പുസ്തകത്തിൽ തുടങ്ങി ഇന്ന് ഈശോയുടെ മരണത്തിൽ വരെ പിതാവായ ദൈവത്തിന്റെ വലിയ നിശബ്ദത നമുക്ക് മുന്നിൽ വരച്ചെടുക്കുന്നത് നീതിമാന്റെ സഹനത്തിന് ഉത്തരവില്ലാതെ. നീതിമാനായ എല്ലാ ദിവസവും പള്ളിയിൽ പോയി സഭയുടെ എല്ലാ കൽപ്പനകളും പാലിച്ച് സാധ്യപ്പെടുന്ന ഉപസാരം വിശദീകരിച്ച് എന്ത് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ സഹനമാണ്. പ്രിയമുള്ളവരെ, ഈ കുരിശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളെ ഇതിൽ ചെയ്തു വെക്കുക. എന്തിനെ നീതിമാൻ സഹിക്കുന്നു? പഴയ തലമുറകളിലുള്ളവർക്ക് ഇടവർഗം എന്നൊരു വ്യക്തിയുണ്ടാവും. കേരളത്തിൽ വലിയൊരു നിരീശ്വരവാദിയായ ഇടവർഗം തന്റെ പുസ്തകത്തിന്റെ ആവുന്നത് താൻ എങ്ങനെയാണ് നിരീശ്വരവാദി ആയതെന്ന് ചോദിക്കുന്നത്. അദ്ദേഹം ഒരു വേദശാസ്ത്ര അധ്യാപകൻ, മതബോധ അധ്യാപകൻ, കാറ്റഗിസം ടീച്ചർ. ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യനെ എടുത്ത് ചോദിക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ കുരിശിൽ മരിച്ചപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് രക്ഷ ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നീതിമാൻ നൽകുന്നത്? അവിടെ നിന്ന് ഈ മനുഷ്യന്റെ ജീവിതം മാറുകയും ഇയാൾ കടുത്ത നിരീശ്വരവാദിയിലേക്ക് ആ ഒരു പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു പ്രൊപ്പോണന്റായിട്ട് മാറുകയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കടുത്ത നിരീശ്വരവാദവും മതവിദ്വേഷവും എല്ലാം നമുക്ക് വായിച്ചിട്ടുണ്ട്. എന്നാൽ 70 വർഷങ്ങൾക്ക് മുമ്പ് എന്തിനാണ് നീതിമാൻ സഹിക്കുന്നതെന്ന് മറ്റൊരു നിരീശ്വരവാദി യൂറോപ്പിൽ ഒരു ഫ്രഞ്ചുകാരനായ നിരീശ്വരവാദി ഫ്രെഡറിക് നീഷെ. അദ്ദേഹത്തെ പറയുന്ന പ്രകാരമാണ്, he who has a right to live for can almost bear it anyhow. എന്തെങ്കിലും സഹനത്തെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അതിന് ഉത്തരവുണ്ടെങ്കിൽ തീർച്ചയായും ഏത് തരത്തിലുള്ള കടുത്ത സഹനത്തിലൂടെ പോകാനായിട്ട് സാധിക്കും. തന്റെ കുടുംബത്തെ നേർവഴി നൽകാനായി അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും മുമ്പിൽ തന്റെ അധ്വാനങ്ങൾ തികച്ചും വളരെ സിമ്പിളായി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഏതൊരു കടുത്ത ജോലിയിലും അദ്ദേഹത്തിന് പ്രവേശിക്കാനായിട്ടും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കനത്ത ചൂടിൽ നിന്ന് ഉയർത്താനായിട്ടും ഏതൊരു മനുഷ്യൻ സാധിക്കുന്നില്ല. അവരുടെ മുമ്പിൽ ഈ ചോദ്യത്തിന് ഉത്തരമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത്? തീർച്ചയായിട്ടും എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത് എന്നുള്ളതിനുണ്ടെങ്കിൽ തീർച്ചയായും അവർ എത്രത്തോളം സഹിക്കാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഈ എങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്ഥാനത്ത് പങ്കുചേരാൻ സാധിക്കും? ഒരാളുടെ സ്ഥാനത്ത് പങ്കുചേരാൻ സാധിക്കും. അതേ ദിവസം കൊച്ചുകുട്ടി വീട്ടിലേക്ക് നടന്നത് വലിയൊരു പ്രത്യേകതരം വാശിയോടെ അവൾ അവരോട് പറഞ്ഞു, എനിക്ക് എന്റെ തല മുഖേണ്ടി. ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ചോദ്യങ്ങൾ അപ്പൻ കുടുംബത്തിൽ, പക്ഷെ ഇവരുടെ വാശിക്ക് മുന്നിൽ ഈ അപ്പൻ സമ്മതിക്കുകയും പിറ്റേ ദിവസം രാവിലാണ് കുട്ടിയെ കൊണ്ടുപോയി സ്കൂളിലാക്കുമ്പോൾ ആ കാറിന് പിന്നാലെ മറ്റൊരു കുട്ടി അവളുടെ തലയിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും ഒരു ക്യാൻസർ രോഗിയായ കീമോതെറാപ്പി കഴിഞ്ഞ് വരുന്ന തന്റെ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ മൊട്ടയടിച്ച് കുട്ടി
സ്കൂളിൽ സന്തോഷത്തോടെ ക്യാൻസർ ബാധിച്ച കുട്ടിയുടെ അമ്മ മറ്റേ കുട്ടിയുടെ അമ്മയോട് പറയുകയാണ്, സാർ നിങ്ങൾ കുട്ടി നല്ലൊരു ക്യാൻസർ. പ്രിയമുള്ളവരെ, കൂടെ സഹിക്കാനായി സാധിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ പേരാണ് സ്നേഹം. കൂടെ സഹിക്കാനായി സാധിക്കുന്നത് അതിന്റെ പേരാണ് സ്നേഹം. ഈശോ ഇത്രയേറെ സഹിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ സ്നേഹിക്കുകയും ഈശോ തീർച്ചയായിട്ടും സ്നേഹിക്കുകയും. എങ്ങനെയാണ് മറ്റൊരാളുടെ സഹനങ്ങൾ, മറ്റൊരാളുടെ പാപങ്ങൾ ഒരാൾ നേരിടുന്നത്? ആദ്യം മറ്റൊരാളുടെ പാപം നേരിടുന്നതിന് സാധിക്കും. ഈശോ നമ്മുടെ പാപം ഏറ്റവും മരിച്ചു എന്നുള്ളത്. ഒരു വൃദ്ധമാര് അവരുടെ താമസിക്കുമ്പോൾ ഭാര്യയ്ക്ക് അതിയായ രോഗം വസിച്ച് ഈ ഭാര്യയെ എടുത്തുകൊണ്ട് തന്റെ കാറിൽ ഈ വൃദ്ധനായ മനുഷ്യൻ ആശുപത്രിയിലേക്ക് എടുക്കുകയായിരുന്നു. ഒരു പ്രസിദ്ധകാരനായ പയ്യൻ റോഡിൽ അണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. കാറിന്റെ ടയറിൽ പഞ്ചറാകുന്നു. ഈ മനുഷ്യന്റെ സമയം മുഴുവൻ ആ റോഡിൽ പോകും. ഇതിനിടയിൽ ആ കുട്ടി വന്ന് എത്തി നോക്കിയാണ് കാരണങ്ങൾ ആരാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. വളരെ വിഷമത്തോടു കൂടി അവൻ തന്റെ അമ്മയെ വിളിച്ച് ഈ കാർ ശരിയായി പോയ പാതയിൽ ഈ മകന് പോവുകയാണ്. ആശുപത്രി ചെന്നപ്പോൾ ഈ സ്ത്രീ മരിച്ചിരിക്കുകയാണ് മനസ്സിലാക്കി. തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പാപഭാരം മുഴുവൻ ഇറങ്ങിക്കളയാനായി ഭാവിച്ച് ഈ വൃദ്ധനോട് സംസാരിക്കുകയാണ്. നടന്ന കാര്യങ്ങളോട് അറിയിച്ച ശേഷം ഈ വൃദ്ധനെ ഒന്ന് നോക്കിയപ്പോൾ ഈ വൃദ്ധൻ തിരികെ പറയുകയാണ്, വീട്ടിൽ ഒഴിഞ്ഞ് അവർ മരിച്ചു ദൈവത്തോട് വിഷമിക്കുകയാണ്. വർഷങ്ങളോളം ചുമക്കേണ്ട ഒരു പാപഭാരം കുട്ടിയുടെ തലയിൽ ഈ വൃദ്ധൻ എടുത്തു മാറി. നമ്മളൊക്കെ സാധാരണ ചെയ്തത് നമ്മൾ ഈ പാപം എടുത്തു മാറ്റുകയും ചെയ്യുന്നത്, മറ്റുള്ളവരെ സഹത്തിൽ നമ്മൾ പാപം ചെയ്യുന്നത്, മറ്റുള്ളവരുടെ പാപം നമ്മൾ പലപ്പോഴും പാപഭാരം എടുത്തു മാറ്റാൻ സാധിക്കും. ഈശോ നമുക്ക് വേണ്ടി കളിച്ചത് നമ്മുടെ പാപഭാരം എടുത്തു മാറ്റുന്നത് ഒന്നാമത് പാടുകയാണ്. നീതിമാന്റെ സഹനത്തിന് അർത്ഥം. രണ്ടാമതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ഈശോ. അതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അജ്ഞത മാപ്പറിയിക്കുന്നത്. അജ്ഞത മാപ്പറിയിക്കുന്നത് കുരിശിന്റെ ഈശോ പറയുന്നത്, പിതാവിനെ ചെയ്യുന്നതിൽ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണം. ഒരു മനുഷ്യൻ തന്റെ സായാഹ്നത്തിൽ തന്റെ മനോഹരമായ ഉദ്യോഗത്തിലേക്ക് നോക്കി ഒരു ചായ വെച്ചു. ഒടുവിനെ ഒരു മനുഷ്യൻ അവന്റെ സുന്ദരമായ തോട്ടത്തേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് നടന്നിരിക്കുകയാണ്. രോഷത്തോടെ ഈ മനുഷ്യൻ ചായ വിളിച്ച് ഇവനെ കഴുത്തിൽ പിടിച്ച് തന്റെ വേദിയിൽ പുറത്തേക്ക് നടക്കുക. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഈ മനുഷ്യൻ അന്ധനാണ്. പിന്നീട് സായാഹ്നയാണ് അവരോട് പറയുന്നത്, മക്കളെ, നിങ്ങളുടെ പൂന്തോട്ടത്തെ സൗന്ദര്യവരെ നിങ്ങൾ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് ചിലപ്പോൾ വലിയൊരു തെളിച്ചമാണ് എൻ്റെ മക്കൾ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല. എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് ഈ മനുഷ്യനെ മനസ്സിലാക്കുന്നില്ല? ഇത്രയേറെ പ്രായമായി, ഇത്രയേറെ അനുഭവ സമ്പത്തില്ലേ, ഇത്രയേറെ പഠിപ്പില്ലേ, എന്തുകൊണ്ട് യാതൊരു മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല? അജ്ഞതയാണ്. അവൻ ചെയ്യുന്നത് അവൻ അറിയില്ല, അവൻ ചെയ്യുന്നത് അവൻ അറിയില്ല. അജ്ഞത തീർച്ചയായും മാപ്പാണ്. പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്ന ആളാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ചേച്ചിമാരോട് പറയുന്നത്, പെട്ടെന്ന് ദേഷ്യം ഞാൻ പൊട്ടിത്തെറിക്കാറുണ്ട്. ആരോടാണ് ദേഷ്യപ്പെടുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരോട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവരെ. തീർച്ചയായും പരസ്പരം അജ്ഞതയിൽ മാപ്പം ചെയ്യേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇവരോട് ക്ഷമിക്കണം.
wounded people എന്ന് പറഞ്ഞാൽ മുറിവേറ്റ ഒരു വൈദ്യം. ആരാണ് യഥാർത്ഥത്തിൽ ഒരു വൈദ്യം? ഏറ്റവും നല്ലൊരു വൈദ്യം ആരാണ്? ഏറ്റവും നല്ല മരുന്ന് എഴുതുന്ന ആളാണ് നല്ല വൈദ്യം അല്ല. ഏറ്റവും നന്നായി രോഗം കണ്ടുപിടിക്കുന്ന ആളാണ് ഏറ്റവും നല്ല വൈദ്യം. ഈശോ നമുക്ക് നൽകുന്ന ഈ കുരിശ് നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പെന്താണ്? കുരിശ് നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പ് ഈ കുരിശ് കിടക്കുന്ന തമ്പുരാൻ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുരിശ് കിടക്കുന്ന തമ്പുരാൻ നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ബോധ്യമുള്ളത്. ഈ മനുഷ്യൻ കടന്നു പോകാത്തതായിട്ട് എന്ത് വേദനകളാണ്, എന്ത് സഹനമാണ് ഈ മനുഷ്യൻ കടന്നു പോകാത്തതായിട്ട്. ഈ മനുഷ്യന്റെ മുമ്പിൽ, ഈ കുരിശിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ വേദനകളെല്ലാം ചെറുതായി പോകുന്നതാണ്. ഒരു സഖിയില്ലാത്തവരുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ഭവനമില്ലാത്തവരുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കും, അപ്പനില്ലാത്തവരുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കും, ഒറ്റപ്പെടുത്തപ്പെടാത്ത വേദന മനസ്സിലാക്കാൻ സാധിക്കും, തന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു പോകുന്നതിന്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റപ്പെടുത്തലിന്റെ, കുറ്റപ്പെടുത്തലിന്റെ, അനീതിയോടെ വിധിക്കപ്പെടുന്നതിന്റെ, കൊല്ലപ്പെടുന്നതിന്റെ എല്ലാ വേദന ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കും. കുരിശ് നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസം ഇത് തന്നെയാണ്. ഈ മനുഷ്യൻ നമ്മുടെ വേദനകൾ നമ്മളെപ്പോലെ തന്നെ പാപത്തിലൊഴികെ മറ്റെല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടവരാണ്. ഈ കുരിശിന് മുമ്പിൽ വന്നിരിക്കുന്നത് തീർച്ചയായും ഈ മനുഷ്യന്റെ വേദനകളുടെ മുമ്പിൽ നമ്മുടെ വേദനകൾ നിസ്സാരമായി മാറിപ്പോകുന്നത്. അതിനെയൊക്കെയാണ് നമ്മൾ ആലങ്കാരികമായിട്ട് പറയാം, കുരിശിനോട് ചേർത്ത് വെച്ച് സമീപിക്കുകയാണ്. ക്രിസ്തുവിൽ നിൽക്കുമ്പോൾ നമ്മുടെ വേദനകൾ നിസ്സാരമായി നിൽക്കുന്നവരെ അവർ ഒരു വൈദ്യനായതാണ്. ഈ മനുഷ്യന്റെ കുറികളിൽ നമുക്ക് ആശ്വാസം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോയുടെ ചിത്രം കഴിഞ്ഞ ഈ ഉൾക്കൊള്ളിയിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു ചിത്രം യൂദാസിന്റേതാണ്. ഒറ്റിക്കൊടുത്ത യൂദാസ്. വർഷങ്ങളോളം ഈശോയെ ഓർമ്മിക്കുന്ന കാലത്തോളം ഈ മനുഷ്യൻ ഒരു ഒറ്റുകാരനായിട്ട് വിശുദ്ധിയോടനുബന്ധിച്ച് ഒരു ഭവനത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മതത്തിൽ പോകാനായി ഒരു ചേട്ടൻ്റെ ഭാവവും കണ്ടപ്പോൾ മനസ്സിലായി പള്ളിയിൽ നിന്ന് വരാനായി. അയാളെ പള്ളിയെ വീട്ടിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ് അടുത്ത് വിളിച്ച് അയാളോട് ചോദിച്ചു, എന്താ ചേട്ടാ പറയുന്നത്? നിങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നമില്ല, നിങ്ങളുടെ ഇടയ്ക്ക് കുർബാന നിങ്ങൾ ആദ്യം വരും, എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ പ്രശ്നം വരും. ഇപ്പൊ ചേട്ടൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പള്ളി പോയി, അന്ന് പള്ളി പോകാറില്ല, ഇന്ന് പള്ളി പോകാറില്ല. ഇതിപ്പോ ഒരു കാരണമാണ്. പ്രിയപ്പെട്ടവരെ, പല കാരണങ്ങൾ ഒരുക്കി നമ്മൾ ഈശോയെ ഒറ്റിക്കൊടുക്കാറ്. ഈ ഒറ്റുകാരന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം കാണുകയാണ്. ഒറ്റുകാരന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഈ മനുഷ്യനെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ മനുഷ്യനെ ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് യൂദാസിന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഇവൻ എവിടെയൊക്കെ പോയി നിൽക്കും, അല്ലെങ്കിൽ ഇവരുടെ വീക്ക്നെസ് എന്താണ്, അതെല്ലാം ക്ലിയറായിട്ട് അറിയാവുന്നത് യൂദാസാണ്. അതുകൊണ്ടാണ് ഇവരെ ഒറ്റുകൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈശോ ചേർന്ന് നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും എപ്പോഴെങ്കിലും നമ്മൾ ഈശോ ഒറ്റുകൊടുക്കാറുണ്ട്. ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നമ്മൾ ഈശോയ്ക്ക് കൊടുക്കാറുണ്ട്, പ്രണയത്തിന് വേണ്ടി ഈശോയ്ക്ക് കൊടുക്കാറുണ്ട്, വിശ്വാസത്തെ ത്യജിക്കാറുണ്ട്. ഒന്ന് പരിശോധിച്ച് ഈ ഒരു സായാഹ്നത്തിൽ ഈശോയുടെ ഈശോയെ ഒരിക്കലും എനിക്ക് ഇതിനെ ഒറ്റിക്കൊടുക്കാൻ ഇടയാകരുതേ പ്രാർത്ഥിക്കുന്നതാണ്. അവസാനമായി ഈ ഈശോയുടെ സ്വരൂപത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊരു മകന്റെ മാത്രമാണ്, മറിച്ച് സ്നേഹിക്കുന്ന ഒരു അപ്പന്റെ കൂടി കഥയാണ് ഇത്. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്റെ ഏകജാതനെ നൽകുന്ന ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അബ്രാഹത്തോട് നിസ്സഹായത് വെറുതെ ദൈവം ബലിക്കുന്ന കുഞ്ഞാണ്.
വർഷങ്ങൾക്ക് പുറത്ത് സ്നാപകയോട് ഈശോയെ ഇതാ ലോകത്തിന്റെ ഭാഗ്യം ദൈവത്തിന്റെ. അന്ന് അബ്രഹാമോട് ഇസ്ഹാക്ക് ചോദിച്ച ചോദ്യത്തിന് പിതാവായ ദൈവം നൽകിയ മറുപടിയാണ് ഈശോ. തന്നെ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നത് തന്റെ ഏകജാതനായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ സ്മരണ ഈശോയുടെ നീതിമാന്റെ സാഹചര്യത്തിനായി പാപങ്ങളെ എടുത്തുമാറ്റുന്ന അവന്റെ സ്നേഹത്തിനായി കൂടെ സഹിക്കുന്ന ഈശോയുടെ സ്നേഹത്തിനായി ഒരു കേൾക്കപ്പെട്ട പയ്യനാണ് ഈശോയുടെ ഒരിക്കലും ഒറ്റിക്കൊടുക്കാൻ ഇടയാകുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള കാലത്തെ ആ വലിയ സ്നേഹത്തിൽ എന്റെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ അങ്ങയുടെ കുരിശിനോട് ചേർന്ന് സാധിക്കാം. എന്റെ അയൽക്കാരൻ എന്റെ സഹനത്തിൽ അങ്ങനെ സഹകരിച്ചിട്ട് കൂടെ സഹിച്ചതുപോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കും. ഈശോയെ എന്റെ പലപ്പോഴും ദേഷ്യത്തോടെ കൊണ്ടുതരിക്കണോ ഈശോയെ അങ്ങനെ കുരിശിൽ ക്ഷമയുടെ വലിയ പാഠം പഠിപ്പിക്കുന്നത് മനസ്സിലാക്കണം. ക്ഷമിക്കാനായിട്ട് പലപ്പോഴും ഞങ്ങളുടെ വേദനകൾ വളരെ വലുതാക്കുന്നത് ഈശോയെ ഞങ്ങൾ തിരിയില്ലാത്ത ഒരു മനസ്സ് എല്ലാ കാര്യത്തിലും ഞങ്ങളെ പോലെ പരീക്ഷിക്കപ്പെട്ടവരാണ്. ഈശോയെ ഒറ്റിക്കൊടുത്തു അമ്മയെ യുവസത്തി കൊടുത്തതുപോലെ ഒരിക്കലും ഒന്നിന്റെ പേരിൽ അങ്ങനെ ഒറ്റിക്കൊടുക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തോടും ചേർന്നിരിക്കുന്നു. ഇത് വെള്ളിയാഴ്ച ഞങ്ങൾ